എല്ലാവർക്കും നമസ്കാരം. മകൻ നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ ആ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മളെടുക്കുന്ന 10ാമത്തെ നക്ഷത്രമാണ് ഈ പറഞ്ഞ മകൻ നക്ഷത്രം. മകൻ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ സൂര്യൻ്റെ രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലാണ് മകൻ നക്ഷത്രക്കാർ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 3 കാര്യങ്ങൾ, ആത്മീയതയും ദൃഢനിശ്ചയവും അങ്കലാവണ്യവും, ഇവ 3ഉം കൊണ്ട് അനുഗ്രഹീതരായിട്ടുള്ള നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ നിങ്ങൾ മകൻ നക്ഷത്രക്കാർ. ഇത് പ്രത്യേകിച്ചും ഈ മകൻ നക്ഷത്രത്തിൽ പിറന്ന ഒരു സ്ത്രീ, അല്ലെങ്കിൽ ഈ മകൻ പിറന്ന മങ്ക എന്നെല്ലാം പറയുന്നത് പോലെ അങ്ങനെയുള്ള സ്ത്രീകൾ ഒരു വീട്ടിൽ കുടുംബിനിയായിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരു പക്ഷേ അല്പം ദാരിദ്ര്യമൊക്കെ ആണെങ്കിൽ പോലും സമാധാനവും ഉണ്ടാകും, സന്തോഷവും ഉണ്ടാകും. മാത്രവുമല്ല, ഇനിയിപ്പോൾ കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും സർവ്വ ഐശ്വര്യവും ആ വീട്ടിലേക്ക് ക്രമേണ വന്നു ചേർന്നിരിക്കും. ഇപ്രകാരമാണ് പൊതുവെ കണ്ടിരിക്കുന്നത്. ഇതിലേക്ക് വരാം. അതിനു മുൻപ് സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഈ ശ്രേണിയിൽ നമ്മൾ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ, നിങ്ങളുടെ ഇപ്പോഴുള്ള ആ ഒരു പ്രസൻറ്റേജ് അനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ സമയത്തെ, അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. അത് പറയാൻ കാരണം, ഇവിടെ ഈ മകൻ നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിൻറ്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നതും. എന്നാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി നിറച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സമയം ഒരിക്കലും കളയില്ല. പകരം നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങളിനി പിന്നിടാൻ പോകുന്ന നിങ്ങളുടെ ആ ഓരോ പ്രായത്തിലും ഞാനിനി എന്ത് മുൻകരുതലുകൾ എടുക്കണമെന്ന് ചിന്തിച്ച് വെറുതെ ആശയക്കുഴപ്പത്തിലാകേണ്ട ആവശ്യമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്കൊരു ചൂണ്ടുപലക പോലെ, അല്ലെങ്കിൽ നിങ്ങളെ താങ്ങി നിർത്തുന്ന ഒരു അത്താണി എന്ന പോലെ പ്രവർത്തിക്കുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള ഈ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ടാസ്ക് എന്ത് എന്ന് കൃത്യമായി ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തരുന്നതായിരിക്കും. അതിനൊരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഈ പ്രവചനങ്ങൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് താല്പര്യമെങ്കിൽ അങ്ങനെയും ആകാം. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു ഏജ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലപ്രവചനമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞു പോയേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ പാസ് ചെയ്തു പോയ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനിവിടെ പറയുമ്പോൾ ആ പറയുന്നത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 100% ഉറപ്പിക്കാം, വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രവചിക്കാൻ പോകുന്ന ജ്യോതിഷ ഫല പ്രവചനങ്ങളും കൃത്യമായിരിക്കും. ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിലെ അവരുടെ കഴിഞ്ഞുപോയ പാസ്റ്റും വരാനുള്ള ഫ്യൂച്ചറും ഏകീകരിച്ചുകൊണ്ട് ഈ ഫലപ്രവചനം ഇവിടെ തയ്യാർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മകൻ നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 10ാമത്തെ നക്ഷത്രമായ ജ്ഞാനത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള കേതു ഭഗവാൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ കേതു നക്ഷത്രനാഥനായിട്ടുള്ള അതീവ പ്രതാപവും രാജകീയ പ്രകൃതവുമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞ മകൻ നക്ഷത്രം. അതുമാത്രവുമല്ല, വിശ്വാസപ്രകാരം പിതൃക്കളാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപന്മാർ. ഈ ജ്യോതിഷത്തിൽ രാജസിംഹാസനവും പല്ലക്കുമാണ് ഇതിൻ്റെ ആ ഒരു അടയാളമായിട്ട് പറയുന്നത്. അതായത് ഒരു രാജാവ് എപ്പോഴും നല്ല തല ഉയർത്തി ജീവിക്കുന്നത് പോലെ സ്വന്തം അന്തസ്സും ആഭിജാത്യവും കാത്തു സൂക്ഷിക്കാനും മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനും, അതുപോലെ തന്നെ ഏത് പ്രതിസന്ധിയിലും ആരുടെയും മുന്നിൽ തല കുനിക്കാതെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ആ ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് പ്രകൃതിദത്തമായി തന്നെ നിങ്ങൾ ഈ മകൻ നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രം വരുന്നത് മുഴുവനായും സൂര്യൻ്റെ സ്വന്തം രാശിയായ ചിങ്ങക്കൂറിലാണ്. അതായത് നിങ്ങളുടെ രാശിയാധിപൻ സൂര്യനും
നക്ഷത്രാധിപൻ കേതുവുമായതുകൊണ്ട് സൂര്യൻ്റെ ഭരണാധികാരവും തേജസ്സും കേതുവിൻ്റെ ആത്മീയതയും ദൃഢനിശ്ചയവും ഒരുപോലെ സമ്മേളിച്ച ഒരു അത്ഭുത നക്ഷത്രമാണ് ഈ മകനക്ഷത്രം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരും മറ്റുള്ളവരെ ഭരിക്കാൻ ഒരു പ്രത്യേക കഴിവുള്ളവരും ഒക്കെയാണ് ഈ മകനക്ഷത്രക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ വരുമ്പോൾ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും വെറും വട്ടപൂജ്യത്തിൽ നിന്ന് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ മകനക്ഷത്രക്കാർ. ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില പ്രത്യേകതകളാണ്. ഇനി നമുക്ക് മകനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മകനക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. കേതു ഭഗവാന്റെ മഹാദശയിലാണ് മകനക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം അല്പം കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ വിചാരിച്ചത്ര സുഗമമല്ലാതെ ആ രീതിയിലൊക്കെ ആയിരിക്കാം കടന്നുപോയിക്കൊണ്ടിരിക്കുക. ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ചും തലവേദന, ശരീരത്തിനുള്ള പരിക്കുകൾ അല്ലെങ്കിൽ അലർജി സംബന്ധമായിട്ടുള്ള ചില ത്വക്ക് രോഗങ്ങൾ ഈ പ്രായത്തിൽ സാധാരണയായിട്ട് കാണാം. അതുപോലെ തന്നെ ജാതകത്തിൽ ഈ കേതുവിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട് ഇവരുടെ കുട്ടിക്കാലത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം വാശി കൂടുതലും അതേസമയം മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ ഈശ്വരചിന്തയും പ്രകടിപ്പിക്കുന്നവരായിരിക്കും ഈ മകനക്ഷത്രത്തിലെ കുട്ടികൾ. ഇവരുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ ചെറുപ്പത്തിലെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്നവരായിരിക്കും ഈ പറഞ്ഞ മകനക്ഷത്രക്കാർ. കൂട്ടുകാരെ ഭരിക്കാൻ ഇവർക്ക് പ്രത്യേക താല്പര്യമായിരിക്കും. പഠനകാര്യങ്ങളിൽ ഇവർ അതീവ ശ്രദ്ധ പുലർത്തുന്നവരുമായിരിക്കും. അതുപോലെ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും പരീക്ഷകളിൽ മികച്ച വിജയം നേടാനും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ആ ഒരു കഴിവുമുണ്ട്. മുതിർന്നവരുടെ സ്നേഹവും ഒരു പ്രത്യേക ബഹുമാനവും ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവരുടെ ഈ 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം ഇവർ പൂർത്തിയാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് മകനക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക എന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ശുക്രദശ മകനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യങ്ങളും ആഡംബരങ്ങളും കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് സൂര്യൻ്റെയും ശുക്രൻ്റെയും ഗുണങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. അങ്ങനെ ലഭിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വലിയ ഉയർച്ച തീർച്ചയായിട്ടും വന്നു ചേരും. ഗവൺമെൻറ് ജോലികൾ, രാഷ്ട്രീയ മേഖല, സിനിമ, മീഡിയ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ പ്രായത്തിലാണ് ഇവർ തിരഞ്ഞെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ 23 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ വലിയ വരുമാന മാർഗങ്ങൾ ഇവർ കണ്ടെത്തും. മകനക്ഷത്രക്കാർക്ക് ഈ പ്രായത്തിൽ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലുമാണ്. എന്നാൽ ഇതിൽ പലതും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിലും ചിലപ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്കും നീങ്ങാറുമുണ്ട്. എന്നാൽ ഇവർക്ക് 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനുള്ളിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ഒരു ഭദ്രത കൈവരുന്നത്. അതായത് ഔദ്യോഗിക ജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്നാൽ 27 വയസ്സിന് ശേഷമാണ് ഇവരുടെ വിവാഹപ്രായം വ്യക്തമായി തെളിയുന്നത്. തങ്ങളുടെ അന്തസ്സിന് ചേർന്ന ഒരു നല്ല പങ്കാളിയെ തന്നെ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുകയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 ഈ വയസ്സുകളിലൂടെ സഞ്ചരിച്ച് 50 വയസ്സിൽ എത്തിച്ചേരുന്ന നിങ്ങൾ മകനക്ഷത്രക്കാരുടെ ജീവിതം എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ പ്രശ്നഫലപ്രകാരം കാണാൻ സാധിക്കുന്നത്, നിങ്ങൾക്ക് 30കളുടെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രായം നിങ്ങൾക്ക് ഈ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും പുരോഗതിയും ഉറപ്പായിട്ടും വന്നു ചേരും. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രസ്ഥാനങ്ങളിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി പുതിയൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനോ അതുപോലെ തന്നെ വലിയൊരു വീട് പണിയാനോ
നിങ്ങൾക്ക് ഉറപ്പായിട്ടും യോഗമുണ്ടായിത്തീരും. മാത്രവുമല്ല, സർവ്വവിധ അഭിവൃദ്ധിയും ഭാഗ്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ തേടിയെത്തിയിരിക്കും. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ വരുന്ന ചില ഗ്രഹമാറ്റങ്ങൾ കാരണം ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് അനാവശ്യമായിട്ടുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പമുള്ളവർ, അതായത് സന്തത സഹചാരികളെ പോലെ ഒപ്പം നടക്കുന്നവരിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള വഞ്ചനയോ ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെട്ട് ലീഡർഷിപ്പ് എടുക്കാൻ പോയാൽ നിങ്ങളുടെ പണം നഷ്ടപ്പെടാനും പേര് ചീത്തയാകാനും ഉറപ്പായിട്ടും സാഹചര്യം വന്നു ചേരും. കുടുംബജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ രീതിയിലുള്ള ഈഗോ പ്രശ്നങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഈ സമയത്ത് തീർച്ചയായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 45 വയസ്സിന് ശേഷം സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും നല്ല ദശാകാലങ്ങൾ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും രാജകീയമായ ഒരു പ്രതാപവും സാമ്പത്തിക ഭദ്രതയും കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കും. ഈ സമയം കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവയെല്ലാം കണ്ട് മനസ്സിന് നല്ല സന്തോഷം തരുന്ന ആ ഒരു കാലഘട്ടമായിരിക്കും സംജാതമാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 45 വയസ്സിന് ശേഷം 49 വയസ്സുകളുടെ അവസാന കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻപോട്ട് വരുന്നത്. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ജീവിതം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ നക്ഷത്രങ്ങളിലും പറയുന്ന പോലെ കടക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു സ്റ്റോപ്പ് ഇവിടെ ഇടാൻ കാരണം, ഇവിടെ ഈ എല്ലാ മകനക്ഷത്രക്കാരും 80 വയസ്സ് വരെ അല്ലെങ്കിൽ പൂർണ്ണ പുരുഷായുസായിട്ടുള്ള 120 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഈ പറഞ്ഞ പ്രായത്തിലേക്ക് കടക്കുന്നവരുടെ ഫലങ്ങളാണ് ഈ പറയുന്നത്. അങ്ങനെ വേണം ഈ ഫലപ്രവചനങ്ങളെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അപ്രകാരം നോക്കുമ്പോൾ ഇത് മകനക്ഷത്രക്കാർക്കുള്ള വലിയൊരു ബഹുമാനത്തിൻ്റെയും സമൂഹത്തിൽ വലിയൊരു പദവി അല്ലെങ്കിൽ വലിയൊരു ഉന്നത സ്ഥാനം നേടിയെടുക്കുന്നതിൻ്റെയും ആ ഒരു കാലഘട്ടമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ക്വാളിറ്റിയുടെയും കഴിവിൻ്റെയും എല്ലാം ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കും ഈ പറഞ്ഞ മഹനീയ സ്ഥാനം നിങ്ങൾക്ക് കൈവരുന്നത്. നിങ്ങളുടെ ആ ഒരു കാര്യപ്രാപ്തി അനുസരിച്ചുള്ള സ്ഥാനം ഉറപ്പായിട്ടും കിട്ടും. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന ഈ സൂര്യദശയുടെയോ അല്ലെങ്കിൽ ചന്ദ്രദശയുടെയോ ആ ഒരു നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ആ ഒരു സമയമാണ് ഈ പറഞ്ഞ സമയം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ രാശിയെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിലും കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും നേടിത്തരുന്ന കാലഘട്ടമായിരിക്കും. ഒട്ടുമിക്ക മകൻ നക്ഷത്രക്കാരും ഈ പ്രായത്തിൽ മക്കൾക്ക് വേണ്ടി അവരുടെ കടമകളെല്ലാം ഭംഗിയായി നിറവേറ്റി സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റ് ശാരീരിക ആരോഗ്യപരമായിട്ടുമൊക്കെ ഒരു സുരക്ഷിതമായ ജീവിത പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. എന്നാൽ 58 വയസ്സിന് ശേഷം നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, രക്തസമ്മർദ്ദം അല്ലെങ്കിൽ എല്ലുകൾക്കുണ്ടാകുന്ന വേദനകൾ, ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ ഉപ്പും കൊഴുപ്പും നിയന്ത്രിക്കാൻ ഉറപ്പായിട്ടും ശ്രദ്ധ പുലർത്തിയേ മതിയാകൂ. എന്നാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ സമയത്ത് തന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ മക്കളുടെ വിവാഹ കാര്യങ്ങൾ ഈ സമയത്ത് ഭംഗിയായി നടക്കും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും തിരികെ വരും. അപ്പോൾ ഈ കാലഘട്ടം ഒന്ന് പൊതുവെ പറഞ്ഞാൽ ഒരു ശാന്തസുന്ദരമായ കാലഘട്ടമായിരിക്കും ഈ പറഞ്ഞ ആ ഒരു കാലഘട്ടം. അതായത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഈ സമയത്ത് നിങ്ങൾക്ക് കാണുന്നില്ല. ഇനി അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 മുതൽ 90 വയസ്സും അതിന് മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ മകൻ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായി ഈശ്വരചിന്തയിലേക്കും പിതൃഭജനത്തിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ ആത്മീയ കാലഘട്ടമാണ് നിങ്ങൾക്ക് സംജാതമാകുന്നത്. പ്രത്യേകിച്ചും ക്ഷേത്ര കാര്യങ്ങളിലെല്ലാം നിങ്ങൾ മുന്നിട്ട് നിൽക്കും. ദാനധർമ്മങ്ങൾ ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒക്കെ സംരക്ഷിക്കാനും കൈപിടിച്ചു ഉയർത്താനും നിങ്ങൾ മുൻപന്തിയിലായിരിക്കും. മാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന ആ വഴികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ദൂരദേശത്തൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കുണ്ടായ ബന്ധങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ആളുകളെ സഹായിച്ച ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ചിന്തിച്ച് അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് നിങ്ങൾ വളരെ ശക്തരായി തീരുന്നൊരു കാലഘട്ടമാണ് ഈ പറഞ്ഞ കാലഘട്ടം. അപ്പോൾ ഈ അവസ്ഥയിൽ നിങ്ങൾ മകൻ നക്ഷത്രക്കാർ പൊതുവെ
ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം തൻ്റെ ഇടത്തോടെയും ഒരു പ്രതാപത്തോടെയും ഈ പറഞ്ഞൊരു വാർദ്ധക്യകാലം നിങ്ങൾ നയിക്കാൻ ഭാഗ്യമുള്ളവരായിത്തീരും. കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും കൃത്യമായ ബഹുമാനവും പരിചരണവും നിങ്ങൾക്ക് ഈ സമയത്ത് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതിന് നിങ്ങളുടെ 1 വയസ്സ് മുതൽ 100 വയസ്സ് വരെയുള്ള ജീവിതം, അല്ലെങ്കിൽ 120 വയസ്സ് വരെയുള്ള ആ ഒരു ജീവിതം ഒന്ന് പരിശോധിച്ചാൽ, അതായത് കൃത്യമായി പറഞ്ഞാൽ ജനനം മുതൽ വാർദ്ധക്യവും കടന്ന് നിങ്ങളുടെ ആയുർനാശം വരെയുള്ള നിങ്ങളുടെ ആ ജീവിത ചക്രം ഒന്ന് നോക്കുകയാണെങ്കിൽ, മകൻ നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ ഉത്തരവാദിത്തങ്ങളിലൂടെയും കഠിന ശ്രമങ്ങളിലൂടെയും കടന്നു പോകുമെങ്കിലും മധ്യവയസ്സിലും വാർദ്ധക്യത്തിലും നിങ്ങൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ അസൂയപ്പെടുന്ന രീതിയിൽ തലയുയർത്തി രാജകീയമായി ജീവിക്കുന്നവരാണ് ഈ മകൻ നക്ഷത്രക്കാർ. അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട്, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്കിവിടെ ജ്യോതിഷ ഫലപ്രവചനങ്ങളിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഫലം പറയാൻ സാധിക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലനുസരിച്ച് ഇതിൽ അല്പസ്വല്പം വ്യത്യാസങ്ങൾ വന്നേക്കാം. എങ്കിൽ പോലും പൊതുവെ നോക്കിയാൽ ഫലപ്രകാരമുള്ള പരിഹാരങ്ങൾ കൃത്യമായിരിക്കും. നിങ്ങൾക്ക് കേതു ദോഷങ്ങൾ അകന്നു മാറി നല്ല ഐശ്വര്യം കുടുംബത്തിലേക്കും നിങ്ങൾക്കും വന്നു ചേരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ സൂര്യ നമസ്കാരം അല്ലെങ്കിൽ നവഗ്രഹ പൂജ നടത്തുന്നത് അത്യുത്തമമായിരിക്കും. ഗണപതി ഭഗവാന് കറുകമാലയും മോദക വഴിപാടും കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ ഭഗവതി ക്ഷേത്രങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ, പ്രത്യേകിച്ചും വെള്ളിയാഴ്ച, അല്ലെങ്കിൽ ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് പോകാൻ താല്പര്യമെങ്കിൽ ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച പോകുകയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം ആഴ്ചയിൽ ഒരിക്കൽ പോയി ഒന്ന് സന്ദർശിച്ച് നിങ്ങളെ കൊണ്ടാകുന്ന പോലെയുള്ള ഒരു ചെറിയ വഴിപാട് അവിടെ കഴിപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രായം എത്രയാണ്, ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കഴിയുമെങ്കിൽ രേഖപ്പെടുത്തുക. കാരണം അതിലൂടെ ഈ ഫലപ്രവചനം എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് പൂജാ കാര്യങ്ങളും അതനുസരിച്ച് എനിക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങൾ മകൻ നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം പ്രവചനങ്ങളായിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.